വരണട്ടോ, രാവിലെ തന്നെ അടിച്ചുല്ലേ? ആ വിമാനത്താവളം പണിയുടെ നേരം കൊണ്ട് ഈ റോഡൊക്കെ നേരായിക്കോളെ. എന്നിട്ട് വേണം ഈ റോഡിലും കൂടി ടോൾ തുടങ്ങാൻ. അല്ല തന്നെ ടോൾ തടഞ്ഞിട്ട് റോഡിൽ മനുഷ്യൻ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ശരിയാ, മനുഷ്യനായിട്ട് പിഴിയല്ലടാ. എങ്ങനെ ഈ നാട്ടില് സാധാരണക്കാരൻ ജീവിക്കുക? നമ്മളെ സാറിനക്കാരാ അല്ലടാ, നീ ടാറ്റ നമ്പറിലെ എന്തേ അവിടെ നമ്മളാവും കണ്ടോ? എന്നാ പിടി. പതുക്കെ പതുക്കെ കുട്ടികൾക്കുള്ളതാ. ഞാനും കുട്ടിയടിയും മാധവും കുട്ടി. പിന്നെ ഒരു കുട്ടി മോൾക്ക് ഇഷ്ടം. ആദ്യം പോയി ഷുഗർ കുറച്ചിട്ടോ. ചെറുത് കിട്ടിയില്ല എന്റെ രാജ്യേ. അവിടെ ഈ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. അത് സാരല്ലടാ. ഡിഷീലെ നീ ചെന്നവർക്ക് ചായ ഉണ്ടാക്കിയേ. വേണ്ട ശീലേ, പോയിട്ടൊരു ചാലക്കുടി വാടകയുണ്ട്. ആണോ? അപ്പൊ എന്നാ ഇതിൽ നിന്നെടുക്ക്. കുട്ടികൾക്ക് ഉണ്ടാക്കിയതാ ഉണ്ണിയപ്പം. അപ്പൊ ഞാനെന്താ രണ്ടാം കൂടിയാ? ഇങ്ങോട്ട് താടി. എന്റെ രാധേച്ചി, നിങ്ങളെ ബാബാസുരേക്കറിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് തരുമോ? സുഖ ചാപ്പാടാണേ. മാധവേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സംരംഭം? സംഗതി പ്രോഫിറ്റബിൾ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെലവ് അങ്ങോട്ട് വിചാരിച്ചോടത്ത് നിക്കണില്ലേ ബാബുട്ട. അവരാകെ തരണത് ഒരു കുട്ടിക്ക് 500 റുപ്യ. കൂട്ടി നോക്കുമ്പോ ചെലവാ കൂടുതല്. അതെങ്ങനെയാ? സമൃദ്ധി ഫുഡല്ലേ. കാലത്ത് പാലും ഹോർലിക്സും, ഉച്ചക്ക് സദ്യ, ഇടനേരങ്ങളിൽ എള്ളുണ്ട വട്ടയപ്പം ഉണ്ണിയപ്പം. ദേ സത്യം. ഒരു കുപ്പി ഹോർലിക്സ് ഞാനൊരു ഭരണിയിലാക്കി കലക്കിയിട്ട് നിന്റെ കുഞ്ഞിക്കണലിലേക്ക് ഒഴിച്ചു തരാം. മതിയോ? മതിയെന്ന്. കഷ്ടമുണ്ട്. പിന്നെ എങ്ങനെ ചെലവ് കൂടാണ്ടിരിക്കുക? കുട്ടികളുടെ കാര്യല്ലേടാ, നമ്മുടെ വീട്ടിലേക്കല്ലേ വരണേ. അപ്പൊ നമുക്കൊരു തൃപ്തി ആവണ്ടേ? അതിലൊക്കെ എങ്ങനെ നമ്മൾ കണക്ക് നോക്കുക? എന്നാ പിന്നെ കിടാങ്ങൾ പോകുമ്പോ വീട്ടിലേക്ക് ഒരു പാർസലും കൂടി കൊടുത്തയച്ചോ. എന്റെ രാജി, ഒരു ബിസിനസ് ആകുമ്പോ നമ്മൾ കണക്ക് നോക്കിയിരിക്കണം. ഇല്ല ഈ കമ്പനി വിളിയില്ലേ? എന്റെ മാധവട്ട, ഇപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ നോക്കിയേ. ചെറിയ രീതിയിൽ തുടങ്ങിയ ചെറിയൊരു ഇടപാടല്ലേ. ഇപ്പഴാ ലക്ഷങ്ങൾ ടേൺ ഓവറുള്ള വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് കമ്പനിയാണ് BNB കുറീസ്, ഹെഡ് ഓഫീസ് ഫരീദാബാദ്. കാര്യം തൊടാ, കണക്കും കാര്യങ്ങളും കറക്റ്റാ. സംഗതി ഞങ്ങൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സാ. പക്ഷെ കണക്കിന്റെ കാര്യത്തില് നോ കമ്പനി നോ കോംപ്രമൈസ്, ഓൺലി ബിസിനസ്. അതല്ലേ ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം, അല്ലടാ ബാലു? പിന്നെ എന്നാ അപ്പൊ ഫീസ് കൂട്ടല്ലേ? രാഴ്ച ധൈര്യമായിട്ട് കൂട്ടിക്കോ. കാശ് കൂടുന്നതനുസരിച്ച് ഇപ്പൊ സ്ഥാപനത്തിന് ഗ്രേഡ് കൂടുക. അതെപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പൊ തന്നെ 1-2 പാർട്ടീസ് എന്നോട് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചു നിപ്പുണ്ട്. ഡേ കെയറിനൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡാ. ധൈര്യമായിട്ട് കൂട്ടിക്കോ. ധൈര്യമായിട്ട് കൂട്ടിക്കോന്ന്. എന്തേ മാധവേട്ടാ? കൂട്ടല്ലേ? അതാ പറഞ്ഞേ.